ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ സാധനമാണ്. അതിനായിട്ട് കുറച്ച് ചിക്കൻ പീസ് വേണം, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു സവാള, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഒരു കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം, പിന്നെ കുറച്ച് ഓയിൽ വെക്കാം, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഒന്ന് വഴക്കാം, പച്ചമുളകും ഉള്ളി ഇട്ട് വഴക്കാം, നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. കഴുകി വെച്ച് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. ഇത് ചിക്കൻ ചെറുതായിട്ട് കുക്കാവുമ്പോൾ ക്യാരറ്റ് ഇട്ട് വെക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. പിന്നെ അതിന് വേറെ സ്പൈസസ് പൗഡറൊന്നും ഇടുകയല്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മൈദപ്പൊടി ആഡ് ചെയ്യാം. മിക്സ് ചെയ്യാം. കുറച്ച് ക്രീമി ടെക്സ്ചർ കിട്ടാനാണ്. എന്നിട്ട് നല്ല മിക്സ് ചെയ്യാം. എന്നിട്ട് പാൽ ആഡ് ചെയ്യാം. ഇത് കുറുക്കിയെടുക്കണം. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പാവ് എടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് വെള്ളം, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് മൈദ ആഡ് ചെയ്യാം. കുറച്ച് സോഫ്റ്റായി കിട്ടാനാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് സമൂസ പോലെ കാക്കുന്ന വരെ ആക്കിയത്. അപ്പം ഇത് ചൂടോടെ തന്നെ കൊഴിച്ചെടുക്കണേ. ഇനി നമുക്ക് പരത്തി കൊടുക്കാം. ഒരു ഗ്ലാസിന്റെ റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ. പിന്നെ ഒരു ഹാഫ് മൂണിന്റെ ഷേപ്പ് ആക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നമുക്കിത് റെഡിയാക്കാം. ഇതിലേക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. നമ്മൾ അടാക്കുന്ന പോലെ തടുപറ്റി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഷേപ്പാക്കി വെക്കാം. എന്നിട്ട് എല്ലാം ഇതുപോലെ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ്, കുറച്ച് റസ്ക് പൊടി, കോഴിമുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ആക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റായി. ഓക്കെ ബൈ.